തോല് കളയാത്ത ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചുകൊണ്ട് നമുക്ക് മസാല ദോശയുടെ പണിയിലേക്ക് കിടക്കാം. മസാല ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മസാല ആദ്യം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കടുക് താളിച്ച് അതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കറിവേപ്പില, സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അത് വഴണ്ട് വരുന്ന സമയം കൊണ്ട് ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞ് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മാത്രമേ പൊടികളായിട്ട് ചേർക്കാനുള്ളൂ. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് മല്ലിയില കൂടി വിതറിക്കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ മൂടി വയ്ക്കുക. ഇനി നമുക്ക് ദോശമാവ് എടുക്കാം. ദോശ ചുട്ട് തുടങ്ങാം. ദോശ നല്ല നൈസായിട്ട് പരത്തി കൊടുക്കുക. ഇനി ഒരു സൈഡ് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മസാല ഇട്ട് കൊടുക്കാം. ഇനി രണ്ട് സൈഡിൽ നിന്നൊന്ന് മടക്കി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്.